എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നാം ഒരു പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ പുസ്തക വിതരണത്തിനായിട്ട് ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. ചില ജില്ലകളിലൊക്കെ അത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്നാലൊരു എല്ലാ ജില്ലകളിലും ഒരേ സമയം നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ വർഷം സംസ്ഥാന തലത്തിലൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു പരിശീലന വീഡിയോയുടെ ആദ്യ വീഡിയോ ആണിത്. എൻ്റെ പേര് മനോജ്, ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ്. നമുക്ക് ആരംഭിക്കാം. ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പരിശീലനം നമ്മളതിൻ്റെ നടത്തിയിരുന്നു. തന്നിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ലോഗിൻ സ്ക്രീനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നമ്മൾ ഓരോ ജില്ലകൾക്കും ഓരോ യൂസർ നെയിം തന്നിട്ടുണ്ടായിരുന്നു. അതാത് ജില്ലകളുടെ യൂസർ നെയിം ഇവിടെ ആദ്യത്തെ ലൈനിൽ കൊടുക്കുക. താഴെ പാസ്വേഡ് എന്നുള്ള കോളത്തിൽ ആദ്യഘട്ടത്തിലൊന്നും കൊടുക്കേണ്ട, അത് കൊടുക്കാതെ തന്നെ നമുക്കതിൽ ലോഗോൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നത് പോലെ നമുക്ക് പുതിയ പാസ്വേഡ് കൊടുക്കേണ്ട സ്ക്രീൻ വരും. 2 ലൈനിൽ ഒരേ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലോഗിൻ സ്ക്രീൻ വന്നു. ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത് നിലവിൽ ഇത്തരത്തിലുള്ള ഡാറ്റകൾ ചെയ്തിരിക്കുന്ന ജില്ലയുടെ ഒരു സ്ക്രീനാണ്. പുസ്തക വിതരണം എന്നുള്ള ടാബാണ് നമ്മൾ ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ പുസ്തക വിതരണം നടത്തിയിരിക്കുന്ന ലിസ്റ്റാണ് വലതുവശത്ത് കാണുന്നത്. അത് നമുക്ക് നോക്കിയാൽ കാണാം. ഓരോ ഡെലിവറി നോട്ടിൻ്റെ നമ്പറുണ്ട്, ഡേറ്റ് ഉണ്ട്, അത് എങ്ങോട്ടേക്കാണ് കൊടുത്തിരിക്കുന്നത്, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് അത് കൊടുത്തിരിക്കുന്നത് എന്നുള്ള എല്ലാ വിവരങ്ങളും നമുക്കിവിടെ കാണാം. ഇത് ട്രാൻസാക്ഷൻ ടൈപ്പിൽ കാണുന്നത് ഡിസ്ട്രിക്ട് ടു മേഖല, ഡിസ്ട്രിക്ട് ടു ഡയറക്റ്റ് ഇഷ്യൂ, അത്തരത്തിലുള്ള ഓരോ ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഈ ലിസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ കാണുന്ന ലിസ്റ്റിലെ ഡെലിവറി ട്രാൻസാക്ഷൻ നമ്പർ 3 എന്നുള്ളത് ഒരു ഡെലിവറി നോട്ട് നമ്പറാണ്. അതിലെന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ആ ലൈനിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഒരു എൻട്രി സ്ക്രീനാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്നത്. അതിൻ്റെ എമൗണ്ട്, അതിൻ്റെ വിഹിതം കഴിഞ്ഞിട്ടുള്ള ബാക്കി തുകയും താഴെ കാണാം. ഏതെല്ലാം പുസ്തകങ്ങളാണ് കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. അതിൻ്റെ ഒരു റിപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഷോ ഇൻ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ ബുക്ക് ഇഷ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡെലിവറി ചലാൻ അല്ല ഡെലിവറി നോട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഈ പ്രിൻ്റ് ഔട്ട് നമ്മൾ പുസ്തകം വിതരണം നടത്തുന്ന സമയത്ത് നമുക്ക് കൊടുക്കുകയും ഫയൽ ചെയ്യുകയും. ഇതാണ് ഒരു സാധാരണ ഒരു വിതരണം നടത്തുന്ന സ്ക്രീനിലെ ഒരു വിൻഡോ. ഇനി നമുക്കൊരു പുതിയ എൻട്രി എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഈ വിൻഡോയിൽ നിന്ന് തന്നെ ന്യൂ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പുതിയ എൻട്രി ചെയ്യാം, ഒരു ഇഷ്യൂ ചെയ്യാം. ന്യൂ എൻട്രി ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം ട്രാൻസാക്ഷൻ ടൈപ്പിൽ 2-3 ഓപ്ഷൻ ഉണ്ട്. ജില്ലയുടെ ലോഗിൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡിസ്ട്രിക്ട് ടു മേഖല, ഡയറക്റ്റ് ഇഷ്യൂ, ഡിസ്ട്രിക്ട് ടു ലൈബ്രറി, മേഖല ടു ഡിസ്ട്രിക്ട്, ഡിസ്ട്രിക്ട് ടു സ്റ്റേറ്റ്, ഇത്തരം കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഡിസ്ട്രിക്ട് മേഖല തന്നെ സെലക്ട് ചെയ്യാം. അതിൽ ഏതെങ്കിലും ഒരു മേഖല സെലക്ട് ചെയ്യാം. നമ്മൾ ഏത് ലോഗിനാണ്, ജില്ലയാണോ ലോഗിൻ ചെയ്ത് ആ ജില്ലയുടെ മേഖലകളായിരിക്കും ഇവിടെ വരുന്നത്. ഇനി വേണ്ടത്, ഇപ്പോൾ മേഖലയും സെലക്ട് ചെയ്തു, നമ്മൾ ഏത് ടൈപ്പ് ട്രാൻസാക്ഷൻ ആണെന്ന് കൊടുക്കും. ഇനി പുസ്തകങ്ങൾ സെലക്ട് ചെയ്തിട്ട് ക്വാണ്ടിറ്റി കൊടുക്കുകയും ചെയ്യാമെന്ന് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. അപ്പോൾ അതിൽ പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ പുസ്തകത്തിൻ്റെ പേര് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ എന്തുകൊണ്ട് എന്നാണെങ്കിൽ ANTHU KO എന്തുകൊണ്ടെന്ന് അടിക്കുമ്പോൾ തന്നെ ആ പുസ്തകങ്ങളുടെ എല്ലാ വിലകളും ഇവിടെ ലിസ്റ്റ് ചെയ്തു. ഇപ്പോൾ 600 രൂപയുടെ പുസ്തകമാണ്, 600 വിലയുള്ള പുസ്തകം നമ്മൾ സെലക്ട് ചെയ്തു. ക്വാണ്ടിറ്റി 1 ഇവിടെ വന്നിരിക്കുന്നത്. തനിയെ നമുക്ക് മാറ്റി അത് 5 6 ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കാം. ആഡ് ടു ലിസ്റ്റ് എന്നുള്ള ബട്ടൺ താഴെയുണ്ട്, അത് കൊടുക്കുക. താഴെ ആഡ് ലിസ്റ്റിലേക്ക് വന്നു, ഒരു പുസ്തകം വന്നു. ഇനി അടുത്ത പുസ്തകം ഇതേപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. പുസ്തകത്തിൻ്റെ പേര് കൊടുക്കുക. വായിച്ചാലും എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ വായിച്ചാലും തീരാത്ത പുസ്തകം 3
ഉണ്ട്. അതിൻ്റെ ഏത് വിലയാണെന്നുള്ള സെലക്ട് ചെയ്യുക. ക്വാണ്ടിറ്റി 1 തനിയെ വന്നു, അത് നമ്മൾ 5 ആക്കി കൊടുത്തു. ആഡ് ടു ലിസ്റ്റ് കൊടുത്തപ്പോൾ 2 പുസ്തകം ചേർന്നു. ഇനി അടുത്ത പുസ്തകം നമുക്ക് ഇതേപോലെ തന്നെ സെലക്ട് ചെയ്യാം. ആരോഗ്യവും ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ആരോഗ്യം എന്നുള്ള ലിസ്റ്റുകളെല്ലാം വന്നു. അതിൽ ജീവിതശൈലി ആരോഗ്യം എന്നുള്ള പുസ്തകമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി 1 ആണ്. അത് നമ്മൾ 6 ക്വാണ്ടിറ്റി കൊടുത്തു, ആഡ് ടു ലിസ്റ്റ് കൊടുത്തു. 3 പുസ്തകം നമ്മൾ താഴേക്ക് ചേർത്തു. ഇനി ഇപ്പം നമ്മൾ ചേർത്തതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. 5 ക്വാണ്ടിറ്റിയാണ്, അത് 4 ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 4 ആക്കി കൊടുക്കാം. എന്തെങ്കിലും തിരുത്ത് വരുത്തണം എന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ അത് വേണ്ട, ഈ ഒരു ലൈൻ തന്നെ നമുക്ക് വേണ്ട, റിമൂവ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് സെലക്ട് ചെയ്യുക. ഈ ഡിലീറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റഡ് ആവും. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്തതുകൊണ്ട് മാത്രം ഇത് ഡാറ്റ സേവ് ആയിട്ടില്ല. നമ്മൾ ഈ സേവ് ബട്ടൺ കൊടുക്കുമ്പോൾ മാത്രമേ അത് സേവ് ആകത്തുള്ളൂ. നമ്മൾ ഇപ്പോൾ സേവ് ആയി കഴിഞ്ഞു. വിൻഡോയുടെ രീതി മാറി. ഇത് എഡിറ്റിംഗ് സ്ക്രീനല്ല, വ്യൂവബിൾ സ്ക്രീനാണ്. ഡെലിവറി നോട്ടായിട്ട് മാറി. ലോഗിൻ ചെയ്ത് ഒരു പുസ്തകങ്ങളുടെ ലിസ്റ്റ് കണ്ട് ഒരു പുതിയ ഡെലിവറി നോട്ട് ക്രിയേറ്റ് ചെയ്ത് അത് പ്രിൻ്റ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതുവരെ കണ്ടത്.